നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ബ്രില്യൻറ്റിനും കോച്ചിങ് ആയിട്ട് പഠിച്ചിറങ്ങിയ നമ്മുടെ ചുണക്കുട്ടികൾ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട്. നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം അല്ലേ? അപ്പോൾ പരിചയപ്പെട്ടോളൂ. പേരും ജില്ലയും പറഞ്ഞോ. എൻ്റെ പേര് മെറിൻ റിസ റോയ്. ഞാൻ കോട്ടയം ജില്ലക്കാരി തന്നെയാണ്. അതിരമ്പുഴയാണ് വീട്. അടുത്ത ആള്. എൻ്റെ പേര് തേജ ടെസ ജോർജ്. ഞാൻ കോട്ടയത്തു നിന്ന് തന്നെയാണ്. അതിരമ്പുഴയാണ് വീട്. ആ, എൻ്റെ പേര് ആര്യ അജയ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ട്രിവാൻഡ്രം. ആ, അടുത്ത ആള് പറഞ്ഞോ. എൻ്റെ പേര് ആര്യ എൻ. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. കോഴിക്കോട്. എൻ്റെ പേര് ആര്യ കൃഷ്ണൻ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. അതും ട്രിവാൻഡ്രാണ്. എൻ്റെ പേര് സാനിയ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന്. ആ, അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം അല്ലേ? എന്തായാലും ഇവർ കിട്ടിയിട്ട് വെറുതെ വിടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നിങ്ങളോടാണ് ചോദ്യങ്ങൾ. അപ്പോൾ ചോദ്യം ആരോടെങ്കിലൊക്കെ തന്നെ തിരിച്ചു വരും. അപ്പം ചാടിക്കയറി ഉത്തരം പറഞ്ഞോണം. ആ, ഒരാളോട്. കോട്ടയം മെഡിക്കൽ കോളേജ് നമ്പർ 1 ആണെന്ന് തോന്നാൻ ഒരു കാരണം പറയോ? എന്തായിരിക്കും ഇവിടുത്തെ സ്പെഷ്യാലിറ്റി? എന്താണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ? എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ സീനിയേഴ്സ് തന്നെയാണ്. സീനിയേഴ്സ്? ഇവിടെ റാഗിംഗ് ഒന്നുമില്ല. അവർ നല്ല സപ്പോർട്ടാണ് നമുക്ക് പഠനകാര്യത്തിലും. മെറ്റീരിയൽസ് ആണെങ്കിലും വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കും ഹോസ്റ്റലുകളിൽ. ഓഹോ, സീനിയേഴ്സ് ക്ലാസ് ഒക്കെ എടുക്കും ഹോസ്റ്റലിൽ? എടുക്കും. ഓഹോ, കൊള്ളാലോ. അതാണ് ഇവിടുത്തെ നമ്പർ 1 ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. ഓക്കെ, അപ്പം ഇവിടുത്തെ സീനിയേഴ്സ് ഒക്കെ പൊളി സീനിയേഴ്സ് ആണ്. ഹോസ്റ്റലിൽ വന്ന് ഹെൽപ്പ് ചെയ്യും, ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കും. അപ്പോൾ ഇനി അടുത്ത ആരെയും അടുത്ത അഡ്മിഷന് ജോയിൻ ചെയ്യണമെങ്കിൽ എങ്ങോട്ടും വെച്ച് പിടിക്കണം, നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വന്നാൽ മതി അല്ലേ? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് ഏതായിരിക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ? അനാട്ടമി. അനാട്ടമി. അനാട്ടമിയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മിസ്സോ സാറോ ആരെങ്കിലും ഉണ്ടോ? അനാട്ടമിയിൽ ഞങ്ങളുടെ HOD ആൻമാഡം ഉണ്ട്. പിന്നെ ഒരുപാട് പേരുണ്ട്. എന്താണ് അനാട്ടമി ഇത്ര ഫേവറേറ്റ് ആവാൻ? അനാട്ടമി ഡിസെക്ഷൻ ആണ് നമ്മൾ മെയിനായിട്ട് MBBSലോട്ട് വരുമ്പം മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നൊരു സംഭവം. അപ്പം ഡിസെക്ഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ബ്രില്യൻറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? എന്തായിരിക്കും ബ്രില്യൻറ്റിന്റെ സ്പെഷ്യാലിറ്റി? ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലാസ് ടീച്ചേഴ്സ് ആണ്. എനിക്ക് ഒരുപാട് പേഴ്സണലി തന്നെ ഒരുപാട് ക്ലാസ് ടീച്ചറിൻ്റെ ഹെൽപ്പ് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാൻ R1 ബാച്ചിലായിരുന്നു. അപ്പോൾ സോണിയ മിസ് ആയിരുന്നു ക്ലാസ് ടീച്ചർ. മിസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇമോഷണലി ആയാലും എങ്ങനെയായാലും മിസ്സിൻ്റെ ഹെൽപ്പ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരു താങ്ക്സ് ടു എ പേഴ്സൺ എന്ന് ചോദിച്ചാൽ ബ്രില്യൻറ്റിന് ആരോടായിരിക്കും ഒരു താങ്ക്സ് പറയാനുള്ളത്? ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാൾക്കായിട്ട് താങ്ക്സ് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഫുൾ ബ്രില്യൻ്റ് ഫാമിലി തന്നെ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം മെസ്സിൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ വൈറ്റ് ഹൗസ് ഗ്രാൻഡ് ഹോസ്റ്റലായിരുന്നു. അപ്പോൾ അവിടെ ശശി അങ്കിൾ എന്ന് പറയുന്ന അങ്കിളാണ് ഫുഡൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അങ്കിൾ ഞങ്ങളിപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ അങ്കിൾ ഇതുണ്ടാക്കി തരുമോ അങ്ങനെയൊക്കെ ചോദിച്ച് അങ്കിൾ ഉണ്ടായിക്കൊണ്ട് വരുമായിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചർ, എൻ്റെ ക്ലാസ് ടീച്ചർ സ്വപ്ന മാഡം ആയിരുന്നു. പിന്നെ ഇപ്പോൾ ശിവൻ സാറിൻ്റെ കാര്യം തന്നെ എടുത്താൽ ഇപ്പം നമ്മളിപ്പം ബ്രില്യൻ്റ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്ത് പറയും എന്നൊക്കെ ആലോചിച്ചപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടുകാർക്ക് ഈക്വലി ഇഷ്ടമുള്ള ഒരാളാണ് ശിവൻ സാർ. ശിവൻ സാറിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ അയ്യോ ശിവൻ സാർ പുതിയ വീഡിയോ ഇട്ട് എന്താണ് പറയണതെന്ന് നോക്കാം. അങ്ങനെ ശിവൻ സാറിൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാ ഫാക്കൽറ്റീസും ഈക്വലി കിടിലങ്ങളാണ്. അപ്പം ബ്രില്യൻ്റ് മൊത്തത്തിലാണ് താങ്ക്സ് പറയാനുള്ളത്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും നിങ്ങളുടെ? അതെ, നീറ്റിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പ്രത്യേകം നമ്മളായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ട കാര്യമില്ല. ബ്രില്യന്റിന്റെ കൂടെ തന്നെ പോയാൽ അതെ, ബ്രില്യന്റിനൊപ്പം പോയാൽ മതി. എനിക്ക് പ്രത്യേകിച്ച് എന്റേതായിട്ടുള്ള സ്ട്രാറ്റജി ഒന്നും ഇല്ലായിരുന്നു. ഡെയിലി വീക്കിലി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക. പിന്നെ അവസാനം മോഡൽ എക്സാംസ് അവർ ഒരുപാട് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ തരുന്നുണ്ട്. അത് മാത്രം ചെയ്താൽ മതി, അതിൽ നിന്നൊക്കെ വരുള്ളൂ. പിന്നെ ആ എക്സാംസ് അതുപോലെ തന്നെ ചെയ്തു പോവുക, അവരുടെ കൂടെ പോവുക. അത്രയും ബ്രില്യന്റിന്റെ കൂടെ പോയാൽ മതി എന്തായാലും നീറ്റ്. ഇനി അടുത്ത പറയാൻ മടിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്നാലും ബ്രില്യൻറ്റ് റിഗ്രറ്റ് ചെയ്ത എന്തെങ്കിലും കാര്യമുണ്ട്? ഇത് വേണ്ടായിരുന്നു, ചിലപ്പോൾ കൂടുതൽ ഉറങ്ങിയതാവാം, അല്ലെങ്കിൽ ഇനി കൂടുതൽ പഠിച്ചതാവാം, ഇനി എന്തെങ്കിലും വല്ല കള്ളത്തരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തത് വേണ്ടായിരുന്നു എന്ന് തോന്നിയത്, തിരുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? റെസിഡൻഷ്യൽ പഠിച്ചിരുന്നെങ്കിലെന്ന് പിന്നെ ഇഷ്ടം പോലെ പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. അത് മിക്ക റിപ്പീറ്റേഴ്സിനും റിപ്പീറ്റേഴ്സിനും ഒക്കെ തോന്നുന്നൊരു കാര്യമാണ്. റെസിഡൻഷ്യൽ പഠിച്ചാൽ മതിയായിരുന്നു, എന്നാൽ ഇപ്പം ഇത്രയും വർഷം വീണ്ടും വരേണ്ടി വരില്ലായിരുന്നു. അതെ, ഇനി നമുക്കൊരു റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ റാപ്പിഡ് സെഷൻ ഫയർ തുടങ്ങുവാണ്. റാപ്പിഡ് ഫയർ ആയിട്ട് പോട്ടെ. അപ്പോൾ ബിരിയാണി ഓർ പപ്സ്? പപ്സ്. ബിരിയാണി ഓർ പപ്സ്? എന്താ കഴിച്ചിട്ടില്ല. അവസരം കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ മെജോറിറ്റി ആണ് പപ്സ് ആണോ ബിരിയാണിയാണോ? ബിരിയാണിയാണ്. ഓക്കെ, അടുത്തത് റെഫറൻസ് ഓർ ഹോസ്റ്റൽ? ഓ, അവിടെ ഇതാണ് ടൈ ആണ്. റെഫറൻസും ഉണ്ട് ഹോസ്റ്റലും ഉണ്ട് ഒരേപോലെ. അടുത്തത് മോർണിംഗ് ഓർ ലേറ്റ് നൈറ്റ്? ലേറ്റ് നൈറ്റ്. അവിടെ മെജോറിറ്റി ലേറ്റ് നൈറ്റ് ആണ് കൂടുതലും പഠനം. അടുത്തത് ഷോർട്ട് നോട്ട്സ് ഓർ ലെക്ചർ നോട്ട്സ്?
ഷോർട്ട് നോട്ട്സ് ഷോർട്ട് നോട്ട്സ് ആണ് കൂടുതൽ മെജോറിറ്റി. ടൈം ടേബിൾ ഓർ വിത്തൗട്ട് ടൈം ടേബിൾ? ഓ, വിത്തൗട്ട് ടൈം ടേബിൾ ആണ്. വിത്തൗട്ട് ടൈം ടേബിൾ, നോട്ട് ദ പോയിന്റ്. അടുത്തത് ഫിസിക്സ് ഓർ ബയോളജി? ഫിസിക്സ് ഉണ്ട്, ബയോളജി ആണ് പക്ഷെ മെജോറിറ്റി. അടുത്തത് ഡെയിലി റിവിഷൻ ഓർ വീക്ക്ലി റിവിഷൻ? വീക്ക്ലി റിവിഷൻ. ഡെയിലി റിവിഷൻ ആരും പ്രിഫർ ചെയ്യുന്നില്ല. അനാട്ടമി ഓർ ഫിസിയോളജി? അനാറ്റമി. ഫിസിയോളജി അവിടെ ആരുമില്ല. അങ്ങനെ നമ്മുടെ റാപ്പിഡ് ഫയറും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ടാറ്റ ബൈ ബൈ പറയാണ്. ടാറ്റ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.